അർജുനെ കണ്ടെത്താനുള്ള ഷിരൂർ ദൗത്യം പാതി വഴിയിൽ അവസാനിപ്പിച്ചത് കഴിഞ്ഞ മാസം 16-ാം തീയതി. ഈ ദൗത്യം പുനരാരംഭിക്കണമെങ്കിൽ ഡ്രഡ്ജർ എത്തിച്ചാൽ മാത്രമേ ആഴത്തിലുള്ള പരിശോധന സാധ്യമാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ അർജുൻ സഞ്ചരിക്കുന്ന ട്രക്ക് കണ്ടെത്താൻ കഴിയൂ എന്നുള്ളതാണ് അക്വാമാനായ ഈശ്വർ മാൽപ്പെ അടക്കമുള്ള ആളുകൾ അന്ന് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രഡ്ജർ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായത്. ഗോവ ആസ്ഥാനമായ അഭിഷേനിയ കമ്പനിയുടെ ഡ്രഡ്ജറാണ് ഈ കാണുന്നത്. ഏതാണ്ട് 20-25 മീറ്ററോളം നീളമുള്ളതും അതോടൊപ്പം തന്നെ 9 മീറ്ററോളം വീതിയുള്ളതുമായ ഡ്രഡ്ജറാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മണ്ണുമാന്താൻ ഉപയോഗിക്കുന്ന ഹിറ്റാച്ചി മോഡലുള്ള ഒരു വലിയ കൈകളുള്ള ഈ ഒരു ഉപകരണമാണ്. ഇതുപയോഗിച്ചായിരിക്കും ഈ ഭാഗത്ത് പുഴയുടെ അടിഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി നിലനിന്നിരുന്നത് ഈ 2 ഉരുക്ക് കുഴലുകളാണ്. ഈ കുഴലുകൾ ആ ഭാഗത്ത് കാണുന്ന ഈ ഡ്രഡ്ജറിന്റെ മധ്യഭാഗത്ത് കാണുന്ന ആ ഭാഗത്തായിരുന്നു ഉറപ്പിച്ചിരുന്നത്. ഏതാണ്ട് 15 മീറ്ററോളം ഉയരമാണ് ഈ ഉരുക്ക് കുഴലുകൾക്കുള്ളത്. ഈ കുഴലുകൾ ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഈ ഗംഗാവാലി പുഴയിലെ 2 പാലങ്ങൾക്കടിയിലൂടെ ഇത് കൊണ്ടുപോകുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അവർ പറഞ്ഞിരുന്നത്, അഭിഷേനിയ കമ്പനി പറഞ്ഞത്, ഈ കാലുകൾ താഴോട്ട് ഇറക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു കാര്യമായിരുന്നു അന്ന് അവർ പറഞ്ഞത്. പക്ഷേ ഈ പുഴയുടെ ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിൽ അടിയിലേക്ക് താഴ്ത്തി വെച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഇപ്പോൾ ഈ ഉരുക്ക് കാലുകൾ അഴിച്ചു മാറ്റി ഇപ്പോൾ ഇവിടെ കിടത്തിയിട്ടാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഏതാണ്ട് ഇന്നലെ രാവിലെയോട് കൂടിയാണ് ഈ അഭിഷേനിയ കമ്പനിയുടെ ഈ ഡ്രഡ്ജർ ഈ ഗോവയിലെ തുറമുഖത്തു നിന്നും ഇവിടേക്ക് കാർവാർ മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ വലിയ തരത്തിലുള്ള കാറ്റ് രൂപപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇതോടുകൂടി തന്നെ കാർവാറിൽ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്ററോളം മാറി തീരത്തോട് അടുപ്പിച്ച് അവിടെ നങ്കൂരമിട്ട നിലയിലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ അനുകൂലമായ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജർ വെസൽ ഈ കാർവാർ തീരത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും കാർവാർ തീരത്ത് എത്തിച്ചിരിക്കുന്ന ഈ ഡ്രഡ്ജർ വെസൽ ഇനി ഷിരൂർ മേഖലയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള ശ്രമങ്ങളാണ് ഇനി നടത്തേണ്ടത്. ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടി തന്നെ നാവികസേനയുടെ ക്ലിയറൻസ് ലഭിച്ചാൽ ഇത് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനു മുമ്പ് തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് സേനകളുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു അവലോകന യോഗം ചേരും. ആ അവലോകന യോഗത്തിൽ നാവികസേന കൂടി പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ നാവികസേന പങ്കെടുക്കുകയാണെങ്കിൽ ഈ അവലോകന യോഗത്തിന് ശേഷം ഈ ഡ്രഡ്ജർ കൊണ്ടുപോകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നാവികസേന തന്നെയായിരിക്കും നൽകുക. ഈ നാവികസേനയുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ ഡ്രഡ്ജർ ഗംഗാവാലി പുഴയിലേക്ക് കൊണ്ടുപോകുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗംഗാവാലി പുഴയുടെ അടിഭാഗത്തുള്ള താഴ്ഭാഗത്തുള്ള അഴിമുഖത്ത് ചില പാറക്കെട്ടുകളുണ്ട്. ആ പാറക്കെട്ടുകളിലൂടെ ഇത് കൊണ്ടുപോകേണ്ടതുണ്ട്. ടഗ് ബോട്ടുകളുടെ സാന്നിധ്യത്തിൽ അവരുടെ സഹായത്തോടു കൂടിയായിരിക്കും ഈ ഡ്രഡ്ജർ അവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകുക. അതിന് മുകൾ ഭാഗത്തേക്ക് ഏതാണ്ട് 1 കിലോമീറ്റർ മുകൾ ഭാഗത്ത് വരുമ്പോഴാണ് ഗംഗോത്രി പുഴയുള്ളത്. ആ ഗംഗോത്രി പുഴയുടെ പാലത്തിന് ഏതാണ്ട് 5 മീറ്റർ മാത്രമാണ് ഈ പുഴയുടെ നിരപ്പിൽ നിന്നുള്ളത്. അതിലടിയിലൂടെ ഇത് കൊണ്ടുപോകുക എന്നുള്ളത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെള്ളം താഴ്ന്നു നിൽക്കുന്ന സമയത്ത് മാത്രമേ ഇത് കൊണ്ടുപോകാൻ കഴിയൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വേലി ഇറക്ക സമയം നോക്കി മാത്രമായിരിക്കും ആ ഭാഗത്തേക്ക് ഈ ഡ്രഡ്ജറിനെ കൊണ്ടുപോകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. ഏതാണ്ട് അതിനുശേഷം അവിടെ നിന്ന് മുകൾ ഭാഗത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ വേലിയേറ്റ സമയം വേണം. അങ്ങനെ ആവുമ്പോൾ കുറെ കൂടി സമയം അതിന് വേണ്ടി വരുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് നാളെ ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തോടു കൂടി മാത്രമേ ഈ ഡ്രഡ്ജർ ഒരു പക്ഷേ ഈ ഷിരൂരിലെ ദുരന്ത മേഖലയിലേക്ക് എത്തിക്കാൻ കഴിയൂ എന്നാണ് കരുതേണ്ടത്. ഏതായാലും നാവികസേന ഈ കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കും. അതിനുശേഷം അവിടെ എത്തിച്ചതിന് ശേഷം അവിടെ ഈ മണ്ണു മാറ്റിയുള്ള പരിശോധനകൾ ആരംഭിക്കും. അതോടൊപ്പം തന്നെ പ്രാദേശികമായുള്ള സഹായം, അതായത് അക്വാമാൻ, ഈശ്വർ മാൽപ്പെ അടക്കമുള്ള ആളുകളെ ഈ ദൗത്യത്തിൽ പങ്കെടുപ്പിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ ജില്ലാ ഭരണകൂടം ഇന്ന് ചേരുന്ന അവലോകന യോഗത്തിൽ തീരുമാനമെടുക്കും. നമ്മൾ ഈശ്വർ മാൽപ്പയുമായി ബന്ധപ്പെട്ടപ്പോഴൊക്കെ അറിയാൻ കഴിഞ്ഞത് ഇതുവരെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ല, വിവരം അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ അദ്ദേഹം പറയുകയും ചെയ്തത്. ഏതായാലും ഈശ്വർ മാൽപ്പെ അടക്കം വിളിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ഈ പുഴയുടെ അടിത്തട്ടിൽ ഈ പരിശോധന നടത്തേണ്ടതുണ്ട്. അവിടെ ഈ ട്രക്ക് കണ്ടെത്തുകയാണെങ്കിൽ അതിനെ ഹൂക്ക് ചെയ്ത് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അതിനൊക്കെ പ്രാദേശികമായ അല്ലെങ്കിൽ പുഴയിൽ ആഴത്തിൽ പരിശോധന നടത്താൻ, തെരച്ചിൽ നടത്താൻ കഴിവുള്ള ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്. അവർ അത്തരത്തിലൊരാളാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈശ്വർ മാൽപ്പെ അടക്കം ഈ സംഘത്തിന്റെ ഭാഗമാക്കി അടുത്ത ദിവസങ്ങൾ തന്നെ ഒരു പക്ഷേ വെള്ളിയാഴ്ചയോട് കൂടിയായിരിക്കും ഒരു പക്ഷേ ഈ പുഴയുടെ അടിത്തട്ടിലുള്ള തെരച്ചിൽ ആരംഭിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഏതാണ്ട് 3 ദിവസമാണ് ജില്ലാ ഭരണകൂടം ഒരു സാവകാശം നൽകിയിരിക്കുന്നത്.
പക്ഷേ ഇപ്പോൾ ഈ കപ്പൽ കമ്പനി പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 7 ദിവസമെങ്കിലും ഈ പരിശോധനയ്ക്ക് തെരച്ചിൽ വേണ്ടി വരുമെന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. ഏതായാലും ഈ ഷിരൂർ ദൗത്യം ഒരു മാസത്തിന് ശേഷം പുനരാരംഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതിയുടെ ഇടപെടൽ, അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയമായ അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് കർണാടക സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനുകൂലമായ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഏതായാലും ആ പ്രതീക്ഷാ നിർഭരമായ ഒരു സമയമാണ്. ഷിരൂർ ദൗത്യത്തിനായുള്ള വെസൽ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു, കാർവാർ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ കാർവാർ മേഖലയിൽ നിന്നും ഏതാണ്ട് 4 മണിയോടുകൂടി ഈ വെസൽ ഈ ഗംഗാവാലി പുഴയിലൂടെ ഷിരൂർ ഭാഗത്തേക്ക് മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ രക്ഷാദൗത്യം, അതായത് അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കൂടിയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കാർവാർ.